അങ്ങനെ മീഡിയാസിന് ആഘോഷിക്കാനായിട്ട് പുതിയൊരു വാർത്ത കൂടെ എത്തിയിരിക്കുകയാണ്. ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയിരിക്കുന്നു. അതിനുശേഷം കേരള പോലീസിൻ്റെയും നാട്ടുകാരുടെയും വളരെ സാഹസികമായ കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം അയാളെ കീഴടക്കി തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുവരുന്നു. അത്ഭുതപ്പെടുത്തിയ കാര്യം ഇതൊന്നുമല്ല. സിനിമകളിലൂടെ മാത്രം നമ്മൾ കേട്ടിട്ടുള്ള ഈ ജയിൽ ചാട്ടം എന്ന് പറയുന്ന പ്രോസസ്സ് ശരിക്കും റിയൽ ലൈഫിൽ ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. എന്തുകൊണ്ടോ ഒരു അമാനുഷിക മനുഷ്യനെ പോലെ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒറ്റക്കയ്യൻ ഒരു സെൻട്രൽ ജയിലിൻ്റെ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ഒരു മലയാളി എന്ന നിലയിലും 3 നേരം ചോറ് കഴിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു ഒറ്റക്കയ്യൻ ഒരു സെൻട്രൽ ജയിലിൻ്റെ 3 മതിലുകൾ ചാടിക്കടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക, അത് നാട്ടുകാരോ കണ്ടതുകൊണ്ട് മാത്രം അവസാനം പോലീസിനാൽ പിടിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടോ എവിടെയൊക്കെയോ ഒരു ചേർച്ചയില്ലായ്മ എനിക്ക് ആദ്യം മുതലേ തോന്നിയിരുന്നു. വേണ്ടി ഗോവിന്ദച്ചാമി എന്ന ക്രിമിനൽ 3 മാസമായി പ്ലാനിങ് ആയിരുന്നു അത്രേ. വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഡയറ്റ് എടുക്കുക, അങ്ങനെ 15 കിലോ വെയിറ്റ് കുറയ്ക്കുക, ആൾക്കാർ മനസ്സിലാവാതിരിക്കാനായിട്ട് ബ്ലേഡ് ആൻഡ് അലർജി ആണെന്നും പറഞ്ഞിട്ട് താടി ഷേവ് ചെയ്യാതിരിക്കുക, അങ്ങനെ കുറേ നാളായിട്ട് ഡീപ്പായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു അത്രേ. അതൊക്കെ ഓക്കെ, പക്ഷേ ഒരു സെൻട്രൽ ജയിലിൽ ഇത്രയേ ഉള്ളൂ പ്രൊട്ടക്ഷൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. 3 മതിൽ ചാടിക്കടന്ന് ഒരു ഒറ്റക്കയ്യൻ, അത്രയും വലിയ ഹൈറ്റുള്ളൊരു മതിൽ, അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം. അത് രണ്ടാമത്തെ കാര്യം, ആൾക്ക് എവിടുന്നാണ് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയതെന്നും എനിക്കറിയില്ല. മേ ബി സെൻട്രൽ ജയിലിൽ നമ്മൾ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതിലെല്ലാവർക്കും യൂണിഫോംസ് ഉണ്ടായിരിക്കും. ഇവിടെ ആൾക്ക് പാൻറ്റും ഷർട്ടും, ആദ്യം ജയിലിൽ ചാടുന്ന സമയത്ത് ഒരു ബ്ലാക്ക് കളർ ഷർട്ടാണ് ഇട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഈ വൈറ്റ് കളർ ഷർട്ട് ഒരു CCTV ഫുട്ടേജിൽ കാണിക്കുന്നത്. ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ എവിടുന്ന് കിട്ടി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിൻ്റെ ഇടയിൽ ഏതൊക്കെയോ മീഡിയാസിൽ പറയുന്നുണ്ടായിരുന്നു ആൾക്ക് പുറത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ജയിലിൽ ചാടാനെന്ന്. ജയിലിനകത്ത് കിടക്കുന്ന ഒരാൾക്ക് എങ്ങനെ പുറത്തുനിന്ന് സപ്പോർട്ട് കിട്ടി എന്നുള്ള കാര്യവും എനിക്കറിയില്ല. ആ സപ്പോർട്ട് ആര് വഴിയാണ് അകത്തേക്ക് എത്തിയത് എന്നുള്ള കാര്യവും അറിയില്ല. എന്തൊക്കെയാണേലും സംഗതി വിചിത്രം തന്നെയാണ് കേട്ടോ. 2011 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. 2011 ഫെബ്രുവരിയിൽ സൗമ്യ എന്ന പെൺകുട്ടി ജോലി കഴിഞ്ഞ് എറണാകുളത്തു നിന്നും ഷൊർണൂരേക്ക് മടങ്ങവേ ട്രെയിനിൽ വെച്ച് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും അതിനുശേഷം ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ട്രാക്കിൽ വെച്ച് ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. ആ പെൺകുട്ടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു. അധികം സെക്യൂരിറ്റീസ് ഉള്ള ഒരു സെൻട്രൽ പ്രിസണിൽ നിന്ന് ഒരു ഒറ്റക്കയ്യനായ പ്രതി ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പബ്ലിക്കിൻ്റെയോ മീഡിയയുടെയോ അറ്റൻഷൻ തൽക്കാലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊറാട്ട് നാടകമാണിതെങ്കിൽ ഇത് ഉറപ്പായിട്ടും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.